പകരുമോ സ്നേഹമേ, അലിയുമോ ജീവനി, ഒരു മുത്തുപോലി ചിപ്പിൽ മിഴികളിൽ നിന്നാർദ്ര സ്പർശം, മൊഴികളിൽ നിൻ ജീവസ്പന്ദം. എൻ്റെ പേര് അനന്യാസ്. ഞാൻ റജിയുടെ ജോസിൻ്റെ മകളാണ്. ഇതാണ് എൻ്റെ ഫാമിലി. എനിക്ക് 2 അനിയന്മാരും കൂടിയുണ്ട്. ഇതാണ് എൻ്റെ 2 അനിയന്മാർ, ഗോഡ്സൺ, അവൻ ഗോഡൻ. ഹായ്. ഞാൻ നേരത്തെ എൻ്റെ 2 അനിയന്മാരെ പരിചയപ്പെട്ടു. ഇനി ഒരാൾ കൂടി ഇവിടെ പരിചയപ്പെട്ടു. അവൾ ആഴത്തിന് കുറുകിയാണ്. നേരത്തെ ഞാൻ അവളെ വിളിച്ചില്ല, ഇനിയിപ്പോൾ ഞാൻ അവളെ വിളിക്കാം. അവളിനി എന്നോട് എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. ഞാൻ ദിവാന. പൂവാകും നീ എന്നരികില്ലെങ്കിലോ ശലഭമം ഞാനീ. കനവിലൊരു തീത്തുമ്പ നീ തൊടുമ്പോഴെല്ലാം തെളിയൊരു മിന്നൽ നാളം. ശലഭമം ഞാനീകനല്ലേ. ഇതാണ് എൻ്റെ അമ്മ. എങ്ങനെയുണ്ട്? കൊള്ളാമോ? പപ്പേനെ പോലെ തന്നെ അമ്മേനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ബെസ്റ്റ്, ഒത്തിരി ഇഷ്ടം. നാളെയാണ് എൻ്റെ ആദ്യം. ഇതാണ് ഞാൻ നാളെ വയ്ക്കാൻ പോകുന്നത്. ഇത് മെഴുകുന്നു. പിന്നെ ഇത് ഫ്ലോക്ക്. ഞാൻ നാളെ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നാളെ നമുക്ക് അടിച്ചു കൊടുക്കാം. നിങ്ങളുണ്ടാവില്ല. പൂവാകും നീ എന്നരികില്ലെങ്കിലോ ശലഭമം ഞാനീകനല്ലേ. കിളിവാ
കണ്ണുകളിൽ കണ്ടു ഞാൻ നിൻമുഖം. മീൻ പോലെ മിഴികൾ തിരയുന്നു, ഇരവിൽ പൂക്കും മിന്നലായി നീ മനസ്സിൽ തെളിയുന്നു. ഉയിരിൽ തൊടും കുളിർ വിരലായിടാം ഞാൻ, അരികെ നടന്നിടാം അലയും ചുടുകാറ്റിനു കൂട്ടിണയായി. നാം ഒരു നാൾ കിനാക്കുടിലിൽ ചെന്നടയുമിരുനിലാവലയായാരും. സ്വർഗത്തിൻ ലാവണ്യമേ, സ്നേഹോദാരമൻ ജീവനിൽ വാഴുന്ന പൊന്നേശു തമ്പുരാനേ, മേലേ മാനത്തെ ഈശോയേ, ഒന്നു വരാമോ ഈശോയേ, ഈശോയേ
സ്വർഗത്തിലേക്ക് ഭൂമിയിലാകണമേ എന്ന ആഹാരം പോലെ സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന അമ്മേതരത്തിൻ്റെമായ ഈശ്വര ഓരോ സമയത്തും പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്ന് 25 മുതലുള്ള വചനങ്ങൾ. യഥാർത്ഥ ഭക്തി. ദരിദ്രന്റെ ജീവൻ അവന്റെ ആഹാരമാണ്, അത് അപഹരിക്കുന്നവൻ കൊലപാതകിയാണ്. അയൽക്കാരന്റെ ഉപജീവന മാർഗം തടയുന്നവൻ അവനെ കൊല്ലുകയാണ്. വേലക്കാരന്റെ കൂലി കൊടുക്കാതിരിക്കുക രക്തച്ചൊരിച്ചിലാണ്. ഒരുവൻ പണിയുന്നു, അവരൻ നശിപ്പിക്കുന്നു. അധ്വാനമല്ലാതെ അവർക്കെന്ത് ലാഭം? ഒരുവൻ പ്രാർത്ഥിക്കുന്നു, അവരൻ ശപിക്കുന്നു. ആരുടെ ശബ്ദമാണ് കർത്താവ് ശ്രദ്ധിക്കുക? മൃതശരീരത്തിൽ തൊട്ട് കൈ കഴുകിയാൽ വീണ്ടും അതിനെ സ്പർശിച്ചാൽ കഴുകൽ കൊണ്ട് എന്ത് പ്രയോജനം? പാപങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവന്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും? എളിമപ്പെടൽ കൊണ്ട് അവൻ എന്തു നേടി? ദൈവവചനമാണ് നാം കേട്ടത്. ഓരോ നിമിഷവും ദൈവമേ നിൻ സ്തുതി പാടിടും ഞാൻ. ഓരോ ശ്വാസത്തിലും ദൈവമേ നിൻ നാമം വാഴ്ത്തിടും ഞാൻ. നിൻ സ്നേഹമാധുര്യം ആസ്വദിച്ചങ്ങനെ ഭൂമിയിൽ മാലാഖയായി പാറിപ്പറക്കും വാനിലെ ദൂതുമായി പാടി നടന്നിടും. പാറിപ്പറക്കും വാനിലെ ദൂതുമായി പാടി നടന്നിടും. കരയുന്ന കണ്ണിലെ കണ്ണിറപ്പാൻ ഞാനെന്നും പോയിടാം. നീറുന്ന നെഞ്ചിലെ ഭാരം താങ്ങാൻ ഞാനെന്നും കൂടിടാം. കരയുന്ന കണ്ണിലെ കണ്ണിറപ്പാൻ ഞാനെന്നും പോയിടാം. നീറുന്ന നെഞ്ചിലെ ഭാരം താങ്ങാൻ ഞാനെന്നും കൂടിടാം. ചെയ്യുന്നതെല്ലാം ഈശോയ്ക്കു വേണ്ടിയാണെന്നുള്ള ചിന്തയാൽ ആനന്ദത്തോടെ പുണ്യപ്രവൃത്തികൾ ചെയ്തു നടന്നിടാം. ആനന്ദത്തോടെ പുണ്യപ്രവൃത്തികൾ ചെയ്തു. ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ പോകുന്ന ഈ അവസരത്തിൽ നമ്മളെ തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് സമർപ്പിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങയുടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ ജീവനെ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ ജീവനോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ നന്മ അറിഞ്ഞവരുമേ
യഥാർത്ഥ സാന്നിധ്യം നാം അനുഭവിക്കുന്നത്. വിശുദ്ധ കുർബാന എന്നത് കാൽവരിയുടെ നെറുകയിൽ കർത്താവ് തന്റെ സ്വന്തം രക്തം കൊണ്ട് വില കൊടുത്ത് നമുക്ക് നൽകിയ സമ്മാനമാണ്. ഈ കൂദാശയിൽ സ്വയം നമുക്ക് നൽകുവാൻ തയ്യാറായ അവിടുത്തെ സ്നേഹത്തിന്റെ മുൻപിൽ നമ്മുടെ കൊച്ചു ജീവിതം വിശുദ്ധിയുടെ പ്രതലമാക്കാം, അവിടുത്തെ ഓർത്തപ്പെടുത്താം. ലേവിയുടെ പുസ്തകം 6-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: ബലിപീഠത്തിൽ അഗ്നി കെട്ടുപോകരുത്, അത് നിരന്തരം ആളി കത്തിക്കൊണ്ടിരിക്കണം. സ്നേഹമുള്ളവരെ, ഈ അഗ്നി അങ്ങ് സൂചിപ്പിക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം യഥാർത്ഥത്തിൽ ഉണ്ടെന്നുള്ള ഉറച്ച അവബോധമാണ്. ഞാനാണ് ജീവന്റെ അപ്പം, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നതിൽ നിത്യജീവനുണ്ട് എന്ന് യോഹന്നാന്റെ സുവിശേഷത്തോടെ അരുളി ചെയ്ത യേശുനാഥ, ദിവ്യകാരുണ്യം എന്ന അങ്ങയുടെ പരമമായ കാൽവരി വേലയിൽ പങ്കെടുക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടെന്നുള്ള നിരന്തരമായ അവബോധത്തിന്റെ അഗ്നി ഞങ്ങളിൽ ആളിക്കത്തി ഏറ്റവും ശ്രദ്ധയോടും ഭക്തിയോടും കൂടി തിരുമുമ്പിൽ നിന്ന് അനുഗ്രഹത്തിന്റെ ബലി അർപ്പിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് യാചിച്ചുകൊണ്ട് ഈ ദിവ്യബലിയിൽ നമുക്ക് സന്തോഷത്തോടെ പങ്കുചേരാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ഉദിതനായ മെശിഹായി എത്രയും സ്നേഹം നിറഞ്ഞ വിപുലസനച്ച പ്രതിരച്ച സൂസിയച്ച ജോൺ ജിബച്ച പ്രിയ സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്നേ ദിനത്തിൻ്റെ മുഖ്യ വ്യക്തികളായിരിക്കുന്ന കുഞ്ഞുമക്കളെ, ക്രൈസ്തവ ജീവിതമെന്ന് പറയുന്നത് കൗദാശിക ജീവിതമാണ്. അതായത് കൂദാശകളാൽ നിർമ്മിതമായ, കൂദാശകളുടെ അടിസ്ഥാനത്തിൽ പണിതീർത്തുന്ന ഒരു ജീവിതമാണ് ഓരോ ക്രൈസ്തവൻ്റേത്. അതിൻ്റെ തുടക്കമെന്നോണം ജ്ഞാനസ്നാനം എന്ന കൂദാശയിലൂടെ ഓരോ വ്യക്തിയും ക്രൈസ്തവ സഭയിലെ അംഗങ്ങളും ക്രിസ്തുവിൻ്റെ അനുയായികളുമായി മാറിക്കൊണ്ട് കടന്നു വരുമ്പോൾ അതിനുശേഷമുള്ള അവരുടെ ജീവിതത്തിൽ ഏറെക്കുറെ പ്രതീക്ഷകളും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്ന ഒരു നിമിഷമെന്ന് പറയുന്നത് ദിവ്യകാരുണ്യനാഥനെ അവരുടെ ഹൃദയങ്ങളിലേക്ക്, അവരുടെ ജീവിതങ്ങളിലേക്ക് ആദ്യമായിട്ട് സ്വീകരിക്കാനൊരുക്കുന്ന ഒരു നിമിഷം തന്നെയാണ്. ഇന്ന് ഈ ധന്യ മുഹൂർത്തത്തിന് ഈ കുഞ്ഞുങ്ങളെല്ലാം സാക്ഷ്യം വഹിക്കുമ്പോൾ നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ ഒരു പുരോഹിതൻ
വിശുദ്ധ എലിസബത്തിനോട് ഇപ്രകാരം ചോദിച്ചു: നീ എന്തിനാണ് എല്ലാ ദിവസവും മുടങ്ങാതെ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നത്? വിശുദ്ധ എലിസബത്തിന് മറുപടി ഒന്നും തന്നെ പറയുവാൻ ആയില്ല. അപ്പോൾ ആ പുരോഹിതൻ മറുപടി പറഞ്ഞു: ഒരേ നിമിഷം ഒരു വിശുദ്ധനും അല്ലെങ്കിൽ ഒരു മാലാഖയും അതേസമയം തന്നെ ഒരു പിശാചിന്റെ സന്തതിയുമാകുവാനായിട്ട് ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ സാധിക്കും. കാരണം എന്തുമാത്രം ഒരുക്കത്തോടുകൂടെയാണോ, എന്തുമാത്രം വിശുദ്ധിയോടുകൂടെയാണോ ഞാൻ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നത്, അത്രമാത്രം വിശുദ്ധിയോടുകൂടെ ഒരു മാലാഖയായിട്ട് മാറുവാനായിട്ട് എനിക്ക് സാധിക്കും. എന്നാൽ വിശുദ്ധി കൂടാതെ അശുദ്ധിയോടെ പല വിചാരങ്ങളോടെ ഒരുക്കമില്ലാതെ ദിവ്യകാരുണ്യം ഞാൻ സ്വീകരിക്കുമ്പോൾ അവിടെ ഞാൻ പാപത്തിന്റെ വഴിയിലൂടെ കൂടുതൽ കൂടുതൽ തിന്മയിലേക്ക് നടന്നു നീങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയ കുഞ്ഞുമക്കളെ, ഇന്നേ ദിവസം മുതൽ നിങ്ങൾ ദിവ്യകാരുണ്യനാഥനെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കുമ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എന്നും ദിവ്യകാരുണ്യനാഥനെ സ്വീകരിക്കുവാനായിട്ട് സാധിക്കണം. ഒരിക്കലും ഒരു ദിവസത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാവുന്ന ഒരു ചടങ്ങ് മാത്രമല്ല ഇത്, മറിച്ച് നമ്മുടെ ആത്മാവിന്റെയും ശരീരത്തിന്റെയും പോഷണത്തിനായിട്ട് ദിവസേന ദിവ്യബലിയിൽ നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ഒരുക്കിക്കൊണ്ട് വിശുദ്ധിയോടെ ദിവ്യകാരുണ്യം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോൾ അതിനുള്ള കൃപാവരങ്ങൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ക്രിസ്തുവേ
ദൈവമേ, വിസ്മരണീയമായ കൂദാശയിലൂടെ അങ്ങേ പീഡാസഹനത്തിന്റെ സ്മാരകം ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങേ ശരീരത്തിന്റെയും രക്തത്തിന്റെയും ദിവ്യരഹസ്യങ്ങൾ വണങ്ങാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളിൽ അങ്ങേ പരിത്രാണത്തിന്റെ ഫലം നിരന്തരം ഞങ്ങൾ അനുഭവിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ഒന്നാം വായന അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. അക്കാലത്ത് യൂദയായിൽ നിന്ന് ചിലർ അവിടെ വന്ന് മോശയുടെ നിയമമനുസരിച്ച് പരിച്ഛേദനം ചെയ്യപ്പെടാത്ത പക്ഷം രക്ഷപ്രാപിക്കാൻ സാധ്യമല്ല എന്ന് സഹോദരനെ പഠിപ്പിച്ചു. പൗലോസും ബർന്നബാസും അവരോട് വിയോജിക്കുകയും വിവാദത്തിൽ ഏർപ്പെടുകയും ചെയ്തു. തന്മൂലം ജെറുസലേമിൽ ചെന്ന് അപ്പോസ്തലന്മാരും ശ്രേഷ്ഠന്മാരുമായി ഈ പ്രശ്നം ചർച്ച ചെയ്യാൻ പൗലോസും ബർന്നബാസും അവരുടെ കൂട്ടത്തിൽപ്പെട്ട മറ്റു ചിലരും നിയോഗിക്കപ്പെട്ടു. തങ്ങളിൽ നിന്ന് ചിലരെ തെരഞ്ഞെടുത്ത് ബർന്നബാസിനോടും പൗലോസിനോടൊപ്പം അന്ത്യോക്യയിലേക്ക് അയക്കുന്നത് നന്നായിരിക്കുമെന്ന് അപ്പോസ്തലന്മാർക്കും ശ്രേഷ്ഠന്മാർക്കും സഭയ്ക്ക് മുഴുവനും തോന്നി. സഹോദരന്മാരിൽ നേതാക്കന്മാരായിരിക്കുന്ന ബർന്നബാസ് എന്ന് വിളിക്കുന്ന യൂദാസിനെയും സീലാസിനെയും ഒരു എഴുത്തുമായി അവർ അയച്ചു. എഴുത്ത് ഇപ്രകാരമായിരുന്നു: അപ്പോസ്തലന്മാരും ശ്രേഷ്ഠന്മാരുമായ സഹോദരന്മാർ, അന്ത്യോക്യയിലെയും സീറിയയിലെയും ഫിലിക്ക്യയിലെയും വിജാതിയരിൽ നിന്നുള്ള സഹോദരരായ നിങ്ങൾക്ക് അഭിവാദനം അർപ്പിക്കുന്നു. ഞങ്ങളിൽ ചിലർ പ്രസംഗങ്ങൾ മുഖേന നിങ്ങൾക്ക് മനഃശാഞ്ചല്യം വരുത്തിക്കൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുവെന്ന് ഞങ്ങൾ കേട്ടു. ഞങ്ങൾ അവർക്ക് യാതൊരു നിർദ്ദേശവും നൽകിയിരുന്നില്ല. അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ചിലരെ നമ്മുടെ പ്രിയപ്പെട്ട ബർന്നബാസിനോടും പൗലോസിനോടൊപ്പം നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കുന്നത് നന്നായിരിക്കുമെന്ന് ഞങ്ങൾ ഏകകണ്ഠമായി തീരുമാനിച്ചു. അവർ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ പ്രതി സ്വന്തം ജീവനെ പോലും പണയപ്പെടുത്തിയിരിക്കുന്നവരാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ യൂദാസിനെയും സീലാസിനെയും അയച്ചിരിക്കുന്നു. ഈ കാര്യങ്ങൾ തന്നെ അവർ നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നതായിരിക്കും. താഴെ പറയുന്ന അത്യാവശ്യ കാര്യങ്ങളെക്കാൾ കൂടുതൽ ഒരു ഭാരവും നിങ്ങളുടെ മേൽ ചുമത്താതിരിക്കുന്നതാണ് നല്ലതെന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നി. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച വസ്തുക്കൾ, രക്തം, കറ്റുനെച്ച് കൊല്ലപ്പെട്ടവ, വ്യഭിചാരം എന്നിവയിൽ നിന്ന് നിങ്ങൾ അകന്നിരിക്കണം. ഇവയിൽ നിന്ന് അകന്നിരുന്നാൽ നിങ്ങൾക്ക് നന്ന്. മംഗളാശംസകൾ. കർത്താവിന്റെ വചനം. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ. എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തന്റെ പ്രീതി നമ്മുടെ മേൽ ചൊരിയുമാറാകട്ടെ. അങ്ങയുടെ വഴി ഭൂമിയിലും അങ്ങയുടെ വിശാല ശക്തി സകല ജനങ്ങളുടെയും അറിയപ്പെടേണ്ടതിന് തന്നെ. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ. എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. ജനതകളെല്ലാം ആഹ്ലാദിക്കുകയും ആനന്ദഗാനം ആലപിക്കുകയും ചെയ്യട്ടെ. അങ്ങ് ജനതകളെ നീതിപൂർവ്വം വിധിക്കുകയും ജനപദങ്ങളെ നയിക്കുകയും ചെയ്യുന്നു. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ. എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ. എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ച് ഭൂമി മുഴുവൻ അവിടത്തേക്ക് ഭയപ്പെടട്ടെ. ദൈവമേ, ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ. എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ. രണ്ടാം വായന വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്ന്. മാലാഖ ഉയരമുള്ള വലിയൊരു മലയിലേക്ക് ആത്മാവിൽ എന്നെ കൊണ്ടുപോയി. സ്വർഗത്തിൽ നിന്നും ദൈവസന്നിധിയിൽ നിന്നും ഇറങ്ങി വരുന്ന വിശുദ്ധ നഗരിയായ ജെറുസലേമിനെ എനിക്ക് കാണിച്ചു തന്നു. അതിന് ദൈവത്തിന്റെ തേജസ് ഉണ്ടായിരുന്നു. അതിന്റെ തിളക്കം അമൂല്യമായ രക്തത്തിനും സൂര്യകാന്ത തയ്യിൽ നിൽക്കുന്നു. അത് സ്ഫടികം പോലെ നിന്നു. അതിന് ഉയർത്തും ഉന്നതവുമായ മതിലും 12 കവാടങ്ങളും ഉണ്ടായിരുന്നു. ആ കവാടങ്ങളിൽ 12 ദൂതന്മാർ. കവാടങ്ങൾ ഇസ്രായേൽ മക്കളോട് 12 ഗോത്രങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരുന്നു. കിഴക്ക് 3 കവാടങ്ങൾ, വടക്ക് 3 കവാടങ്ങൾ, തെക്ക് 3 കവാടങ്ങൾ, പടിഞ്ഞാറ് 3 കവാടങ്ങൾ. നഗരത്തിന്റെ
അവിടെ കുഞ്ഞാടിൻ്റെ 12 അപ്പോസ്തലന്മാരുടെ പേരുണ്ട്. നഗരത്തിൽ ഞാൻ ദേവാലയം കണ്ടില്ല. എന്തുകൊണ്ടെന്ന് സർവശക്തനും ദൈവവുമായ കർത്താവും കുഞ്ഞാടുമാണ് അതിലെ ദേവാലയം. നഗരത്തിൽ പ്രകാശം നൽകാൻ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ആവശ്യമുണ്ടായിരുന്നില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. കർത്താവിൻ്റെ വചനം. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം അനുസരിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനോട് കൂടി വാസം ഉറപ്പിക്കുകയും ചെയ്യും. കർത്താവ് നിങ്ങളോടുകൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അധ്യായം 14 വാക്യങ്ങൾ 23 മുതൽ 29 വരെ. അക്കാലത്ത് ഈശോ തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല. നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എന്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റെതാണ്. നിങ്ങളോട് കൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഞാൻ പോകുന്നെന്നും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ പിതാവിന്റെ അടുത്തേക്ക് ഞാൻ പോകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. എന്നാൽ പിതാവ് എന്നേക്കാൾ വലിയവനാണ്. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ സുവിശേഷം. യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, ഇന്ന് നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്, ഇന്ന് നിങ്ങൾ കുഞ്ഞുമക്കളായ നിങ്ങൾ ആദ്യ കുർബാന സ്വീകരിക്കുവാൻ ഇവിടെ ആയിരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ കടന്നു വരുവാൻ പോകുന്നത് ക്രിസ്തുവാണ്. ജീവിക്കുന്ന ക്രിസ്തുവാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് ഈ അൾത്താരയിൽ മുറിയപ്പെടുന്ന അപ്പത്തിലൂടെ, ക്രിസ്തുവാകുന്ന അപ്പത്തിലൂടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കടന്നു വരുവാൻ പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, ആ വചനം ദൈവമായിരുന്നു. വചനമായ ദൈവം മാംസം ധരിച്ചു നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം പറയുന്നുണ്ട്. അപ്രകാരം വചനം മാംസമായി മാറിയ ആ ക്രിസ്തു അപ്പം എടുത്തുകൊണ്ട് തന്റെ വചനം പറഞ്ഞുകൊണ്ട് ആ അപ്പത്തെ തന്റെ തിരുശരീരമായി മാറ്റി തീർക്കുകയാണ്.
മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ യേശു ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച് തന്റെ വാക്കുകൊണ്ട് തന്നെ ആ അപ്പത്തെ എടുത്തുകൊണ്ട് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പ്രകാരം പറയുന്നു, ഇതെന്റെ ശരീരമാകുന്നു. അവന്റെ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് മാംസമായ യേശു ഇനിയും മാംസമായി തീരുകയാണ്. അവന്റെ വചനം മൂലം മാംസമായി അവിടെ തീരുകയാണ്. ആ മാംസമായ വചനമാണ് ഓരോ ദിവ്യബലിയിലും പുരോഹിതൻ ആ വചനഭാഗങ്ങൾ അപ്പം എടുത്തുകൊണ്ട് ആ വചനഭാഗങ്ങൾ പറയുമ്പോഴാണ് അവിടെ ആ അപ്പം മാംസമായി തീരുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ മാംസമായി തീരേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ ക്രിസ്തുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അവന്റെ വചനം നിങ്ങൾ പാലിക്കും എന്നാണ് വചനം പറഞ്ഞു വയ്ക്കുന്നത്. നാം ലൂക്കായുടെ സുവിശേഷത്തിൽ കടന്നു വരുമ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിൽ എമ്മാവൂസ് യാത്രയെ കുറിച്ച് പറയുകയാണ്. ഇവിടെ എമ്മാവൂസ് യാത്രയിൽ 2 ശിഷ്യന്മാർ എമ്മാവൂസിലേക്ക് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഒരു അപരിചിതനെ അവർ കണ്ടുമുട്ടുകയാണ്. ആ അപരിചിതൻ ഇവർക്ക് യേശുവിനെ, ദൈവത്തിനെ കുറിച്ചും യേശുവിന്റെ വചനങ്ങളെ കുറിച്ചുമാണ് ആദ്യം പറഞ്ഞു കൊടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിന്റെ സ്നേഹം എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം നാം വചനം കേൾക്കണം. അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വാസം നമുക്ക് കടന്നു വരുന്നത് കേൾവിയിൽ നിന്ന് കേൾവിയും ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. യേശു വചനം പങ്കുവെച്ചു കൊടുക്കാൻ ഓരോ ദിവ്യബലിയിലും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. ഓരോ ദിവ്യബലിയിലും പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് വചനം പങ്കുവയ്ക്കൽ, മറ്റൊന്ന് അപ്പം പങ്കുവയ്ക്കൽ. എമ്മാവൂസ് യാത്രയിൽ അവിടെ സംഭവിക്കുന്നത് കൂടെ ഇന്നത്തെ ദിവസം താമസിക്കുക. അവിടെ യേശു താമസിച്ചുകൊണ്ട് അപ്പം എടുത്തുകൊണ്ട് അവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞ അതേ വചനങ്ങളാണ് പറയുന്നത്. അപ്പം എടുത്ത് കൃതജ്ഞത സ്തോത്രം പറഞ്ഞുകൊണ്ട് അപ്പത്തെ മുറിക്കുകയാണ്. അവിടെ അപ്പം മുറിക്കുമ്പോൾ അവിടെ ദൈവം യേശു അപ്രത്യക്ഷമാകുന്നതായിട്ടാണ് നാം കാണുന്നത്. കാരണം അവിടെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ, കുഞ്ഞുമക്കളായ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം കടന്നു വരുമ്പോൾ, ആ അപ്പത്തിൽ ദൈവം കടന്നു വരുമ്പോൾ നിങ്ങൾ ഏറ്റവും വിശുദ്ധിയോടുകൂടെയാണ് ആ ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടത്. ഇപ്പോൾ 1 മാസ കാലയളവിൽ നിങ്ങൾ തീർച്ചയായും ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ ഒരുങ്ങിയിട്ടുണ്ടാവും. എൻ്റെ ചോദ്യം വളരെ ലളിതമായ ചോദ്യമാണ്. നിങ്ങളിൽ എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. കൈതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. നാം നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിലായിരിക്കേണ്ടത് വിശുദ്ധരാക്കാൻ വേണ്ടിയാണ്. നാം ഏത് ജീവിതത്തിലായിരുന്നാലും നാം മാറിത്തീരേണ്ടത് ഒരു വിശുദ്ധരാക്കാൻ വേണ്ടിയാണ്. ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ കടന്നു വരുന്നെങ്കിൽ നിങ്ങൾ വിശുദ്ധിയോടെ ഇരുന്നാൽ മാത്രമേ നിങ്ങളുടെ ഹൃദയത്തിൽ ആ ക്രിസ്തുവിന് കടന്നു വരുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നാം എത്രത്തോളം വിശുദ്ധിയോടെ ജീവിക്കുന്നോ അത്രത്തോളം ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കും. അപ്പോൾ നമുക്ക് പറയുവാൻ, പൗലോസ് അപ്പോസ്തലനെ പോലെ പറയുവാൻ സാധിക്കും, ഇനി ഞാനല്ല, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത്. ഞാൻ ഇതേപോലെ ഒരു ചോദ്യം ഒരു KTSM ക്ലാസ്സിൽ കുട്ടികളോട് ചോദിച്ചു. അവരോട് ഞാൻ ചോദിച്ചു, നീ എന്താണ് ആകാൻ ആഗ്രഹിക്കുന്നത്? ഒരു കൊച്ചു എണീറ്റിട്ട് പറഞ്ഞ് ഞാൻ കളക്ടർ ആകണം, ഒരു കൊച്ചു പറഞ്ഞ് എനിക്ക് ഡോക്ടർ ആകണം, ഒരാൾ പറഞ്ഞ് ടീച്ചർ ആകണം. എന്നാൽ എന്നെ വിസ്മയിപ്പിച്ചുകൊണ്ട് ഒരു കൊച്ച് മാത്രം എണീറ്റിട്ട് ഇപ്രകാരം പറഞ്ഞു, എനിക്ക് വിശുദ്ധനായ ഒരു കളക്ടർ ആകണോ. ഉള്ളവരെല്ലാം മറിച്ച് എനിക്കുള്ളവരാണ് നിങ്ങൾ എന്നാൽ ഈ ലോകത്തിൽ ജീവിക്കുന്നു. നിങ്ങളാണ് വിശുദ്ധ കൊച്ചുതെരേസ്യ താൻ ചെയ്യുന്ന ചെറിയ പ്രവൃത്തികൾ പോലും യേശുവിന് സമർപ്പിച്ചുകൊണ്ട് ഒരു പാപിയുടെ മാനസാന്തരത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. വിശുദ്ധരാകാൻ വേണ്ടി എളുപ്പമുള്ള ഏറ്റവും ബുദ്ധിമുട്ട്. നാം പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തനവും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നാം വിശുദ്ധരായി മാറുകയാണ്. നിങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നിങ്ങൾ യേശുവായി തീരുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിശുദ്ധി കൂടാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുകൊണ്ടാണ് നിങ്ങളിൽ പലരും രോഗികളായി മരണമടഞ്ഞതും അതുകൊണ്ടാണ്. കാരണം നമ്മൾ വിശുദ്ധിയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴാണ് ക്രിസ്തു നമ്മെ
ഏറ്റവും കൂടുതൽ നാം ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതും ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. വിശുദ്ധ ഇമൽഡ ലംബർദിനിയ എന്നൊരു ചെറിയൊരു വിശുദ്ധയുണ്ട്. ആ വിശുദ്ധയുടെ ജീവിത പ്രകാരമാണ് തന്റെ 9ാമത്തെ വയസ്സിൽ ഡൊമിനിക്കൻ സിസ്റ്റേഴ്സിന്റെ ഗവൺമെന്റിൽ ചേരുകയാണ്. അപ്രകാരം ഡൊമിനിക്കൻ സിസ്റ്റേഴ്സിന്റെ ഗവൺമെന്റിൽ ചേർന്നുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആ കൊച്ചു പുണ്യവതി ഒരിക്കൽ അവിടെ ആ ഗവൺമെന്റിലുള്ള ചേപ്പലിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അന്ന് വിശുദ്ധ കുർബാന കഴിഞ്ഞതിന് ശേഷം ആ കൊച്ച് പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ സിസ്റ്റേഴ്സും അവരുടേതായിട്ടുള്ള റൂമുകളിൽ കടന്നുപോയി. അതിനുശേഷം കുറച്ചു നേരം കഴിഞ്ഞ് ഒരു സുഗന്ധം അവിടെ മുഴുവനും പരവുകയാണ്. എല്ലാവരും ഓടി ചെന്ന് നോക്കി എവിടെ നിന്നാണ് ഈ സുഗന്ധം വരുന്നത്. അപ്പോൾ അവസാനം അവർ ചെന്നപ്പോൾ അവർ കാണുന്നത് അവിടുത്തെ ചേപ്പലിൽ നിന്നാണ് ഈ സുഗന്ധം പുറപ്പെടുന്നത്. അവിടെ പോയി നോക്കിയപ്പോൾ ഈ വിശുദ്ധ ഇമൽഡ ലംബർദിനിയ എന്ന 9 വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ച് മുട്ടിലിരുന്നു കൊണ്ട് യേശുവിന്റെ നേരെ കൈ പിരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അവിടെ നോക്കുമ്പോൾ ഒരു വിശുദ്ധ കുർബാന ആ കൊച്ചിന്റെ ശിരസിന്റെ മുകളിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. ഇതിനെ കണ്ട് എല്ലാവരും അത്ഭുതപ്പെടുകയാണ്. അന്ന് ദിവ്യബലി അർപ്പിച്ച ആ പുരോഹിതൻ വന്ന് ആ വിശുദ്ധ കുർബാനയെ സിബോറിയത്തിൽ അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് ആ വിശുദ്ധ കുർബാന തന്നെ ആ പുണ്യവതിയുടെ ആദ്യ കുർബാനയായിട്ട് അവിടെ കൊടുക്കുകയാണ്. അത് സ്വീകരിച്ചുകൊണ്ട് ആ പുണ്യവതി മുട്ടിന്മേൽ ഇരുന്നു കൊണ്ട് യേശുവിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ വെച്ച് തന്നെ മരിക്കുകയാണ്. 1333 ആ പുണ്യവതി മരിക്കുന്നത്. 10 വയസ്സ് മാത്രം പ്രായമുള്ളൂ. ആ പുണ്യവതിയുടെ ശരീരം ഇന്നും ഒരു മലിനം കൂടാതെ അഴുകാതെ ഇന്നും റോമിലെ ഒരു പള്ളിയിൽ സൂക്ഷിക്കുകയാണ്. ഇന്ന് നമ്മുടെ മുൻപിൽ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ നമ്മുടെ മുൻപിൽ വിശുദ്ധ കുർബാനയിലൂടെ സംഭവിക്കുമ്പോഴും നാം പലപ്പോഴും ആ ക്രിസ്തുവിനെ തിരിച്ചറിയാതെ പോവുകയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ലൂർദിൽ വിശുദ്ധ കുർബാന എടുത്ത് ആ ആശീർവാദത്തിൽ കൊണ്ടുവരുമ്പോൾ മുടന്തൻ എല്ലാവിധ രോഗങ്ങളും അവിടെ സൗഖ്യം പ്രാപിക്കുന്നതായിട്ടാണ് സർവേകൾ കാണിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ അത്ഭുതം നടക്കുന്നത് വിശുദ്ധ കുർബാനയുടെ മുൻപിലാണ്. ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് വെറും ഒരു അപ്പത്തുണ്ടല്ല. ആ അപ്പത്തുണ്ടിൽ ഈ കാറ്റിനെയും കടലിനെയും എല്ലാം സാക്ഷിച്ച് എല്ലാ രോഗങ്ങൾക്കും സൗഖ്യം നൽകിയ ക്രിസ്തുനാഥനുണ്ടെന്ന് നാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അത് ക്രിസ്തുനാഥനെ നാം സ്വീകരിക്കുമ്പോൾ നാം ക്രിസ്തുവായി തീരുകയാണ്. എന്താണ് എന്നിലിരിക്കുന്ന കൊച്ചുങ്ങൾ ആൻസർ പറഞ്ഞ പുതിയ കൽപ്പന എന്താണ് യേശു നൽകുന്നത്? നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. അതാണ് പുതിയ കൽപ്പന. അതല്ല, യേശു തന്റെ ശിഷ്യന്മാർക്ക് എടുക്കുന്ന ഒരു പുതിയ കൽപ്പന ഇതാണ്: ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. യേശു എപ്രകാരമാണ് സ്നേഹിച്ചത്? യേശു പാപികളെ എല്ലാവരെയും തന്റെ മക്കളിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്, അവരെ ക്ഷമിക്കുകയാണ്. അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരത്തിനെതിരായി എന്തെങ്കിലും നിങ്ങൾ ചെയ്തു പോയെങ്കിൽ നിങ്ങൾ ബലിയർപ്പിക്കുന്നതിന് മുൻപ് അവനോട് രമ്യപ്പെടുവാൻ. യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാനാണ് യേശു നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും യേശു സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ വിശുദ്ധിയോടെ സ്വീകരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈ ദിവ്യബലി മധ്യേ നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസം പ്രഘോഷിക്കുവാനായി എഴുന്നേറ്റ് നോക്കാം. ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗ്ഗത്തിലെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാവരുടെയും സൃഷ്ടാവും സർവശക്തമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്ക് മുമ്പ് പിതാവിൽ ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവരും പിതാവായ സത്യദൈവമായ അവിടുത്തെ വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യനായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുത്തെ സ്വർഗ്ഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിന്റെ ശരീരം സ്വീകരിച്ച് മനുഷ്യന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡനം സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ഗ്രന്ഥങ്ങളനുസരിച്ച് 3-ാം ദിവസം ഉയർത്തുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല.